എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസക്കാലത്ത് നമ്മുടെ യൂട്യൂബിൽ ഇപ്പം രാമായണത്തെക്കുറിച്ചും രാമായണ കീർത്തനങ്ങളും ഒക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ടിടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വാൽമീകി മഹർഷിയെക്കുറിച്ചാണ് പറയുന്നത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരണ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ഇത് രാമായണത്തിൻ്റെ ആദ്യം ചെല്ലുന്ന വാൽമീകി മഹർഷിയെക്കുറിച്ച് സ്തുതിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇത് ആദ്യം ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. വാൽമീകി മഹർഷിയെക്കുറിച്ച് പറയുമ്പോൾ വാൽമീകി മഹർഷി എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. കൊള്ളക്കാരനായിരുന്ന രത്നാകരൻ വാൽമീകി മഹർഷിയായ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനു മുമ്പ് വാൽമീകി മഹർഷി ആരായിരുന്നു, വാൽമീകി മഹർഷിയുടെ ജനനം എവിടെ നിന്നായിരുന്നു എന്ന് നമുക്ക് കുറേ ആൾക്കാർക്ക് അറിയാത്തതായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയുന്നവർ കമൻ്റായിട്ട് പറയുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് പറയുക. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചാണ് ഞാനിത് പറയുന്നത്. അപ്പം ഞാനത് പറയാം. കൊള്ളക്കാരനായിരുന്ന രത്നാകരൻ വാൽമീകി മഹർഷിയായ കഥയായിരുന്നു നമുക്ക് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ താരോദയം എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ വായിക്കാനിടയായി. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഞാൻ തന്നെ എനിക്കറിയത്തേ ഇല്ലായിരുന്നു. ആ കൊള്ളക്കാരൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തി ജ്ഞാനിയായിട്ട് മാറിയ കഥ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതിന് മുമ്പുള്ള കഥ എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊരു ബുക്ക് വായിച്ചതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ആ ഒരു അറിവ് നിങ്ങൾക്കും കൂടെ പങ്കുവെക്കാം. ഇതിൽ പറയുന്നത്, ശ്രദ്ധാവതി നഗരത്തിൽ വരുണദേവന്റെ 10ാമത്തെ പുത്രനായി പിറന്ന നവജാത ശിശുവിൻ്റെ ജാതക ഫലത്തെക്കുറിച്ച് അരമന ജ്യോത്സ്യന്മാർ ഫലപ്രകാരത്തിൽ ഗണിച്ചു നോക്കിയത്. അപ്പോൾ ശ്രദ്ധാവതി നഗരത്തിൽ വരുണദേവന്റെ 10ാമത്തെ പുത്രനായി ജനിച്ച ആളാണ് ആര്? നമ്മുടെ വാൽമീകി മഹർഷി. ശ്രദ്ധാവതി നഗരത്തിൽ വരുണദേവന്റെ 10ാമത്തെ പുത്രനായി പിറന്ന കുഞ്ഞാണ് വാൽമീകി മഹർഷി. പക്ഷേ സത്ഫലങ്ങളും അതുകൊണ്ട് തന്നെ ദുർലഭവും ദുഷ്ഫലങ്ങളും അതീവ ഗുരുതരമായ ഈ കുഞ്ഞ് ജനിച്ചപ്പം മുതൽ ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് അവർക്ക് തന്നെ ഭയങ്കര ജാതകം ഗണിച്ച് നോക്കുമല്ലോ. ആ സമയത്തൊക്കെ ജാതകം ഗണിച്ച് നോക്കുന്ന സമയത്ത് സത്ഫലങ്ങൾ ദുർലഭവും ദുഷ്ഫലങ്ങൾ അതീവ ഗുരുതരവുമായിരുന്നു. അതിനാൽ വരുണദേവനോട് അഭിപ്രായം പറയുവാൻ അവർ മടിച്ചു നിന്നു. കാത്തിരുന്ന് ക്ഷമ നശിച്ച വരുണദേവൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ മൗനം അവലംബിച്ചിരിക്കുന്നത്? നമ്മുടെ പുത്രൻ്റെ ജനന സമയത്തിന് കാര്യമായ എന്തെങ്കിലും ദോഷമുണ്ടോ? ഗ്രഹപ്പിഴകളും സമയദോഷവും നവജാത ശിശുവിൻ്റെ ജാതകത്തിൽ കാര്യമായ ദോഷങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്ന് അപ്പം ഈ ജാതകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും വ്യക്തമായിട്ട് പറ. അപ്പോൾ അദ്ദേഹത്തിന് ആകെ പ്രയാസമായി. എന്താണ് കാര്യം, തൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നതാണ് എന്നറിയാനായിട്ട് അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടായി. അപ്പോൾ എന്തു തന്നെയായാലും വ്യക്തമായി പറഞ്ഞോളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ശിശുവിൻ്റെ വലതു തോളിൻ്റെ പിൻഭാഗത്ത് മത്സ്യാകൃതിയിലുള്ള കറുത്ത മറുക് ഉണ്ടായിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ വാൽമീകി മഹർഷിയുടെ ആ കുഞ്ഞായിരുന്ന സമയത്ത് അതിൻ്റെ വലതു തോളിൻ്റെ പിൻഭാഗത്ത് മത്സ്യാകൃതിയിലുള്ള ഒരു കറുത്ത മറുക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്രകാരമുണ്ടെങ്കിൽ വിയോഗ ദുഃഖമാണ് ഫലം. ജനനം ശകടയോഗത്തിലാകയാൽ കുലധർമ്മവും ആചാരവും വെടിഞ്ഞ് നീചകൃത്യങ്ങളിൽ വ്യാപൃതനായേക്കുവാനും സാധ്യത കാണുന്നുണ്ട്. യോഗകാരകനായ ഗുരു ജ്ഞാനദായകനായ ബുധനുമായി ബലവാനായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഈശ്വരാധീനത്താൽ വിഖ്യാതനായി ഭവിക്കുന്നതിനുള്ള ഉപരിയോഗവും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം കുറച്ച് ദോഷങ്ങളൊക്കെ സംഭവിച്ചാലും അദ്ദേഹം വലിയൊരു ജ്ഞാനിയായിട്ടും സൽഗുണനായിട്ടും മാറുമെന്നും അതിൽ പറയുന്നുണ്ട്. കൊള്ളാം. വിയോഗം, നീചവൃത്തി, പിന്നെ ജ്ഞാനയോഗം ഇവയെല്ലാം നമ്മുടെ പുത്രൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നോ? ഗ്രഹനില എപ്രകാരമാണ് സൂചിപ്പിക്കുന്നത് പ്രഭു? എന്തോ നിങ്ങളുടെ ഈ വിധ പ്രവചനങ്ങൾ നമ്മെ വല്ലാതെ ആശാകുലനാക്കുന്നു. അപ്പോൾ അതേത് പിതാവിനായാലും നമ്മുടെ കുഞ്ഞിനെക്കുറിച്ചൊരു വിവരം അറിയുമ്പോൾ നമുക്ക് ഏത് അച്ഛനും തോന്നുന്ന ആ ഒരു വികാരം അദ്ദേഹത്തിന് ഉണ്ടാവുന്നതാണ്. പുത്രൻ്റെ ദുർയോഗങ്ങളെക്കുറിച്ച് വരുണദേവൻ ആകുലനായി. അപ്പം നാരായണ നാരായണ. അപ്പോൾ ആ സമയത്ത് ആരാ അവിടെ വരുന്നത്? നാരദ മഹർഷി.
അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത്, ജാതകം എടുത്ത സമയത്ത് വിഷമിച്ച് നല്ലപോലെ മനസ്സ് നൊന്ത് നിൽക്കുന്ന സമയത്താണ് ആര് വരുന്നത്? നമ്മുടെ നാരായണ മഹർഷി, നാരദ മഹർഷി വരുന്നത്. നാരായണ ബ്രഹ്മർഷി നാരദൻ്റെ ഓർക്കാപ്പുറത്തുണ്ടായ ആഗമനം വരുണന് ആശ്വാസമേകി. വന്നാലും മഹാമുനെ ഉപവിഷ്ടനായാലും. അപ്പം ഇദ്ദേഹത്തിന് നാരദ മഹർഷിക്ക് എവിടെ ഏത് സമയത്തും ചെന്ന് കയറുവാനുള്ള ഒരു അനുവാദം നാരായണ സ്വാമി ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം നാരദ മഹർഷി ഏത് കാര്യത്തിനും നല്ലത് ചെയ്യുന്നതിന് മുമ്പും ഇടപെടും, അതുകൊണ്ട് ചീത്ത സംഭവിക്കുന്നതിന് മുമ്പും ഇടപെടും. നാരദ മഹർഷിയാണ് ഏത് കാര്യം ഏത് വഴിയിൽ പോകണമെന്ന് നിയന്ത്രിക്കുന്നത്. അപ്പം അദ്ദേഹം പോയാണ് ഏത് വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നതും. അത് അവിടെ തന്നെ ആയാലും വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരദ മഹർഷിയാണ്. നല്ലത് വരുത്തുന്നതിന് മുമ്പും രാമസ്വാമി മനുഷ്യനായി പിറന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവനിയോഗം അല്ലെ ദൈവമാണെന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് മാറി മനുഷ്യൻ്റേതായിട്ടുള്ള മാനസിക പ്രയാസങ്ങളെ കാണിക്കുമ്പോഴും അവിടെയും നാരദ മഹർഷിയാണ് ഇടപെടുന്നത്. നാരദ മഹർഷി എന്താ പറയുന്നത്? നിങ്ങൾ സ്വാമി അവിടുന്ന് ആരാണ്? അദ്ദേഹം സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിരൂപമാണ്. അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളെ മറന്ന് മനുഷ്യനായി പിറന്നതിൻ്റെ എല്ലാ ആകുലതകളും മാറ്റി ഏത് മനുഷ്യൻ എന്ത് ഉണ്ടാവണമെന്നോ, മനുഷ്യൻ്റെ ശരീരത്തിൽ എന്ത് ദുഃഖങ്ങൾ അനുഭവിക്കുന്നോ, എന്ത് എന്ന് വെച്ചാൽ മായാലോകത്ത് പെട്ട ഒരു അവസ്ഥയിൽ പെടുമ്പോഴും ആരിടപെടുന്നത്? നാരദ മഹർഷിയാണ് ഇടപെടുന്നത്. ഇപ്പം നാരദ മഹർഷി വരുണദേവനോട് പറയുകയാണ്, വരുണദേവ പതിവിന് വിപരീതമായിട്ട് താങ്കൾ വളരെയധികം ദുഃഖിച്ചിരിക്കുവാണല്ലോ. അപ്പം വരുണദേവൻ പറയുകയാണ്, ബ്രഹ്മർഷി നമ്മുടെ നവജാത പുത്രൻ്റെ ജാതകദോഷങ്ങൾ കേട്ടിട്ട് മനസ്സ് വല്ലാതെ ആകുലപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ദിക്പാലക മനക്ലേശത്താലോ ഭുജബലത്താലോ വിധിയെ മാറ്റിമറിക്കുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. വിധി അലംഘനീയമാണ്, ബ്രഹ്മകൽപ്പിതവുമാണ്. അപ്പം നാരദ മഹർഷി പറയുകയാണ്, വിധി വൈപര്യത്താൽ നാം പുഴുവായും കുരങ്ങായും പിറന്നിട്ടുള്ളവനാണ്. നാരദ മഹർഷി പറയുകയാണ് അദ്ദേഹത്തിനോട്, കാലത്തിനും പ്രകൃതിക്കും മാറ്റം സംഭവിക്കുന്ന പോലെ അനുഭവയോഗങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതാണ്, അത് സഹജമാണ്. അങ്ങയുടെ പുത്രനായി ജനിച്ചിരിക്കുന്ന ശിശു കാലത്തിൻ്റെ ആവശ്യമാണ്. ഒരാൾ എന്തായി തീരണമെന്ന് കൽപ്പിക്കുന്നത് ആ ബ്രഹ്മാവാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബ്രഹ്മാവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങയുടെ പുത്രൻ നാളെയുടെ വരപ്രസാദമാണ്. അതാണല്ലോ അദ്ദേഹം വാൽമീകി മഹർഷിയായി പിന്നെ മാറുന്നത്. അപ്പോൾ ലോകമുള്ളിടത്തോളം കാലം അവൻ്റെ പേരും പെരുമയും നിലനിൽക്കുകയും അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തിയായിട്ട് ജ്ഞാനിയായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് നാരദ മഹർഷി പറയുന്നത്. അപ്പം ഇങ്ങനെ വരുണദേവൻ്റെ 10ാമത്തെ പുത്രനായി ജനിച്ച ഈ കുഞ്ഞ് ആദ്യം കുറേ ദുഃഖങ്ങൾ അനുഭവിക്കുമെങ്കിലും പോകെ അദ്ദേഹം ഒരു ജ്ഞാനിയായി മാറുമെന്നുള്ളത് ദൈവകൽപ്പിതമായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ് നാരദ മഹർഷി അവിടുന്ന് പോയി. സുഖ ദുഃഖാദി സമ്മിശ്ര വികാരങ്ങളിൽപ്പെട്ട് അദ്ദേഹം വളരെയധികം ചിന്താകുലനായിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്താണ് നമ്മുടെ ഈ കഥ ഇന്നത്തേത്. അപ്പം ബാക്കിയുള്ള ഭാഗം നമുക്ക് പറ്റുമെങ്കിൽ വീഡിയോയിൽ ഇടാൻ ശ്രമിക്കാം. ഞാൻ താല്പര്യമുണ്ട്. ഇത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഒരു ലൈക്ക് അതാണ് ഞങ്ങൾക്ക് നൽകുന്ന പ്രചോദനം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു.